Good morning, students. Today's class we are going to discuss about the law of mass action. The chemical equilibrium ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ law of mass action ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം, ഹെറ്ററോജീനസ്, ഹോമോജീനസ് അങ്ങനെ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയംസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനെ നമുക്ക് പഠിക്കാനുള്ളത് law of mass action. അപ്പോൾ law of mass action പറയുന്നത് driving force of a chemical reaction determines its reaction rate. അപ്പോൾ ഒരു chemical reaction നടക്കണമെങ്കിൽ the driving force is the major thing. Law of mass action may be stated as follows. The rate at which a substance reacts is proportional to its active mass, and the rate of a chemical reaction is directly proportional to the product of the active mass of the reacting substance. അപ്പോൾ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് it is directly proportional to its active mass. Active massന് directly proportional ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിയാക്ഷന്റെ റേറ്റിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് ലോ ഓഫ് മാസ് ആക്ഷൻ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റേറ്റ് അറ്റ് വിച്ച് സബ്സ്റ്റൻസ് റിയാക്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആക്റ്റീവ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ആൻഡ് ഇപ്പോൾ 2 or 3 സബ്സ്റ്റൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ആക്റ്റീവ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ 2 റിയാക്ടൻസ് എയും ബി എന്ന് പറയുന്ന 2 റിയാക്ടൻസ് ആണ് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 2 റിയാക്ഷന്റെ ആക്റ്റീവ് മാസസിന്റെ പ്രോഡക്ട്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് എ ലോ ഓഫ് മാസ് ആക്ഷൻ. അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു റിയാക്ഷൻ നമ്മൾ എഴുതുകയാണ്. കൺസിഡർ ദ ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി റിവേഴ്സിബിളി ഗിവിംഗ് m പ്ലസ് n. ഇതിൽ സ്മോൾ ലെറ്റേഴ്സിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസിനെയാണ്. അപ്പം നമ്മുടെ ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത് അസ്യൂമിങ് ദ ആക്റ്റീവ് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഈക്വലന്റ് ടു ദ മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ ആക്റ്റീവ് മാസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് മോളാർ കോൺസെൻട്രേഷനിൽ റെപ്രസെന്റ് ചെയ്യാം. ആക്റ്റീവ് മാസ് is directly proportional or equivalent to molar concentration. അപ്പോൾ ആക്റ്റീവ് മാസിന് വരെ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാം. സോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, ഇവിടുത്തെ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷനും ഉണ്ട് ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. സോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് RF ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് 2 റിയാക്ടന്റിന്റെയും മോളാർ കോൺസെൻട്രേഷൻ ആക്റ്റീവ് മാസിന്റെ ഇക്വലന്റ് ആണ് മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. സോ ആക്റ്റീവ് മാസസ് ഓഫ് 2 റിയാക്ടൻസ്. സോ അതിന്റെ മോൾസ് അതിന്റെ പവേഴ്സ് ആയിട്ട് വരും. ദാറ്റ് ഈസ് RF ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A raised to A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to B. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനാണെങ്കിൽ RF is equal to KF into concentration of A raised to A into concentration of B raised to B. This is for the forward reaction. ഇതുപോലെ നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ RR എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് റിയാക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്മുടെ പ്രോഡക്ട്സിന്റെ മോളാർ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ M ഉം N ഉം ആണ്. സോ M raised to M ഇൻറ്റു N raised to N ആണ്. Or is equal to proportionality sign മാറ്റിക്കഴിഞ്ഞാൽ KR, that is a proportionality constant, into concentration of M raised to
m into concentration of n raised to n. So law of mass action പറയുന്നത് എന്താണ്? It is a driving force of a chemical reaction depending upon the reaction rate. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ്റെ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസിന്റെ ആക്റ്റീവ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ AA പ്ലസ് BB ഗിവിംഗ് MM പ്ലസ് NA. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. സോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് A ആൻഡ് B. സോ RF എന്ന് പറയുന്നതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് വെച്ച് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ RF is equal to KF into A raised to A into B raised to B എന്ന് കിട്ടും. അതുപോലെ റിവേഴ്സ് റിയാക്ഷൻ നമ്മൾ RR എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുകയാണ് ഇവിടെ. സോ അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കഴിഞ്ഞാൽ KR into MM into NN. ഓക്കെ, ഇപ്പോൾ രണ്ട് റിയാക്ഷൻസ് നമുക്ക് കിട്ടി ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ എടുത്ത റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒന്ന് KF ഉം ഒന്ന് KR ഉം ആണ്. That is, one is a forward reaction and is the other is a back reverse reaction. Constant KF is known as a rate constant for the forward reaction. This is for the forward reaction, and KR എന്ന് പറയുന്നത് it is for the reverse reaction. At equilibrium reach ആയി കഴിഞ്ഞാൽ, അതായത് രണ്ട് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ equilibrium reach ആയി കഴിഞ്ഞാൽ at equilibrium what happens? Rate of forward reaction becomes equal to rate of backward reaction. അപ്പോൾ forward reaction റേറ്റും rate of backward reaction റേറ്റും അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ റേറ്റും ഈക്വൽ ആണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ എഴുതാം. KF into A raised to A into concentration of B raised to B is equal to KR into M raised to M into N raised to N. അപ്പോൾ ഇത് equilibrium conditionലാണ്. Rate of forward reaction is equal to rate of backward reaction. So we can rewrite the equation as KF by KR is equal to K equilibrium. So we will get the equation like this. Concentration of M raised to M into concentration of N raised to N divided by concentration of A raised to A into concentration of B raised to B. That is the equilibrium condition, where KEQ is called the equilibrium constant for the reaction. This equation, ആണ് law of mass, law of chemical equilibrium represent ചെയ്യുന്ന equation. This equation represents the law of chemical equilibrium. അപ്പോൾ നമ്മൾ രണ്ട് റിയാക്ഷൻ കണ്ടു. ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതുക, അതിന്റെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എഴുതുക, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതുക. അപ്പോൾ ഇക്വിലിബ്രിയം റീച്ച് ആയി കഴിഞ്ഞാൽ ബോത്ത് ഓഫ് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ബിക്കം ഈക്വൽ. ഇക്വേറ്റ് ചെയ്യുക. അതിൽ റേറ്റ് കോൺസ്റ്റന്റ് KF by KR എന്ന് എടുത്ത് എഴുതുക. KF by KR is equal to K equilibrium ആണ്. സോ ഈ K equilibrium നമ്മൾ എഴുതുമ്പോഴത്തേക്ക് we will get product of concentration of M raised to M into concentration of N raised to N divided by concentration of A raised to A into concentration of B raised to B. A product of molar concentration of products divided by product of molar concentration of reactants. That is the K equilibrium. This equation represents the
law of chemical equilibrium. Okay. Next we are going to get the thermodynamic derivation of law of chemical equilibrium. This is just law of chemical equilibrium equation represent. Next we are going to derive the thermodynamic derivation of law of chemical equilibrium. So consider the reversible reaction. So reversible reaction, reaction AA plus BB reversibly giving MM plus NN, where the reactants are products. These two reactant and products are assumed to be ideal gas. So, ideal gas or real gas is detail item. Last sections chemical thermodynamics of chemical equilibrium second and third chapter detail item. So we know the chemical potential, like Gibbs free energy. Chemical potential Gibbs free energy of reactants of A moles of A and B moles of B is given by the expression G reactant equal to A of mu A plus B of mu B. The chemical potential of the reactant in the molar concentration relation. So, chemical potential is chemical potential in the Mumbilta chapters, second and third, detail. The chemical potential is Gibbs free energy in the reactant in the moles, A moles name, B moles name, relative express. So free energy is equal to reactant in the free energy moles of reactant into the chemical potential plus moles of B into moles A into chemical potential. That's why we product represent G product M moles of chemical potential of mu M plus N moles of mu N. Here, each condition, temperature and pressure are constant. With a condition, temperature and pressure are constant. So, free energy of the reaction is equal to the difference between the free energy of the product and the reactant. So, this is the section of reactant and product separate. So, a reaction free energy it is the difference between the free energy of the product and reactant difference. So, delta G of the reaction, full reaction delta G of product, G of product minus G of reactant. So G of product is M into mu M plus N into mu N on G of a product. That minus A of mu A plus B of mu B. That is the difference. But this is for the free energy change for a reaction. Or reaction the free energy change is equilibrium reach. Equilibrium reach free energy change delta G energy transfer so delta G equal to 0. This equation 0 equate. So this equation becomes M into mu M plus N into mu N minus A into mu A
plus B into mu B. This equation, ഇവിടെ നേരത്തെ എഴുതിയ equation നമ്മൾ that is equal to 0 at equilibrium condition. Okay, equate ചെയ്തു. Chemical potential in the equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for ith species in the gaseous state. നമ്മൾ chemical thermodynamics പഠിക്കും. Chemical potential in the equation. ഇപ്പോൾ chemical potential mu എന്ന് പറയുന്നത് ith species-ൻ്റെത് നമ്മൾ represent ചെയ്യുന്നത് mu I of standard plus RT ln PI partial pressure ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് chemical potential gaseous species-ൻ്റെത് തരുന്നത്. അപ്പോൾ this is the equation for chemical potential. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സിസ്റ്റം ഗ്യാഷ്യസിലാണെങ്കിൽ അതിൻ്റെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ പാർഷ്യൽ പ്രഷറുമായിട്ടുള്ള റിലേഷൻ ആണ് ഈ തരുന്നത്. അപ്പോൾ സോ ഓരോ ടേമും പാർഷ്യൽ നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എഴുതിയിട്ടുള്ള മ്യൂ വെച്ചിട്ടുള്ള എല്ലാ ടേംസും നമ്മൾ ഇതേപോലെ റീപ്ലേസ് ചെയ്ത് എഴുതുക. വിയർ മ്യൂ ഐ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യലാണ്. സോ വി ക്യാൻ റൈറ്റ് നമ്മൾ ഇക്വേറ്റ് 0 ചെയ്ത ആ ഇക്വേഷനിൽ നമ്മൾ ഓരോ ടേമിന് റീപ്ലേസ് ചെയ്യാണ്. സോ m into mu m standard plus RT ln PM. This is for the first term. അതുപോലെ n ന്റെ term plus n into mu n standard plus RT ln PN. This is for the reactant side. Reactant side നമ്മൾ എഴുതി കഴിഞ്ഞു. Okay. ഇതുപോലെ നമുക്ക് product side എഴുതണം. Minus A into mu standard of A plus RT ln PA plus B into mu standard B plus RT ln PB. This whole is equal to 0. അപ്പോൾ നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഓരോ ടേംസിനെയും റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ്. അത് നേരത്തെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇക്വേറ്റ് 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. അതായത് ഡെൽറ്റ ജി ഈക്വൽ ടു 0 ഈ ഇക്വേഷനിൽ ഓരോ ടേംസിനെയും നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. കെമിക്കൽ പൊട്ടൻഷ്യലും പാർഷ്യൽ പ്രഷറുമായിട്ടുള്ള റിലേഷൻ ആണ് ഈ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് mu I is equal to mu I സ്റ്റാൻഡേർഡ് പ്ലസ് RT ln PI. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ അതിൽ ഓരോ ടേം m ഇൻറ്റു മ്യൂ വന്നില്ലേ, മ്യൂ വെച്ചിട്ടുള്ള എല്ലാ ടേംസിനെയും നമ്മൾ പാർഷ്യൽ പ്രഷർ ടേംസിൽ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു RT ln partial pressure of m raised to m divided by Pn raised to n divided by partial pressure of A raised to A into partial pressure of B raised to B. അതായത് ഇതിലെ ഈ ടേംസിനെ RT ടേംസിനെ എല്ലാം ഒരുമിച്ചാക്കി RT ln PM പ്ലസ് RT ln PN അതുപോലെ RT ln PA ഇൻറ്റു RT ln PB. അതിൻ്റെ കൂടെ എല്ലാം ഈ നമ്പർ ഓഫ് മോൾസ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. m ഇൻറ്റു RT ln PM പ്ലസ് n ഇൻറ്റു RT ln PN
minus A into RT ln PA minus B into RT ln PB. അപ്പോൾ ഈ ഒരു ടേംസിനെ എല്ലാം കൂടെ നമ്മൾ പ്രോഡക്റ്റ് ഫോമിലാക്കിയതാണ്. മാത്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് അഡീഷനെ പ്രോഡക്റ്റ് ആക്കുകയും സബ്ട്രാക്ഷനെ ഡിവിഷൻ ആക്കുന്നതും എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഈ കൺവേർഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എം ഈ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എൻ ഈ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എ ഈ ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ബി അതുപോലെ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആർ ടി ടേംസിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. അഡീഷൻ എല്ലാം പ്രോഡക്റ്റ് ആവും. അതുപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു ആർ ടി എന്ന് പറയുന്നത് നമുക്ക് പവർ ആക്കി എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് പി എം റേസ് ടു എം എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്മോൾ എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പവറാണ്, ഇവിടുത്തെ എൻ ആണ്, സ്മോൾ എൻ ആണ്, സോറി. ഓക്കെ, അതുപോലെ സബ്ട്രാക്ഷന് വരുന്ന ടേംസ് നമുക്ക് ഡിവിഷൻ ആക്കി എഴുതാം. അതാണ് പി എ റേസ് ടു എ ആൻഡ് പി ബി റേസ് ടു ബി എന്ന് പറയുന്നത്. സോ ആ ടേംസിനെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതി. ഇനി നമുക്ക് ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എം ഇൻറ്റു മ്യൂ സ്റ്റാൻഡേർഡ് എം പ്ലസ് എൻ ഇൻറ്റു മ്യൂ സ്റ്റാൻഡേർഡ് എൻ minus A into mu standard A minus B into mu standard B. അപ്പം സ്റ്റാൻഡേർഡ് ടേംസിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാൻഡേർഡ് ടേംസിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ ഇത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ജി സ്റ്റാൻഡേർഡ് ഓഫ് പ്രോഡക്റ്റ് ആണ്. This is the G standard of a reactant. So we can rewrite it as this is equal to minus of a G standard product minus G standard of reactant. That is equal to minus delta G standard of reaction. ഇപ്പോൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് എന്ന് പറയുന്നതാണ് ഹോൾ റിയാക്ഷന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ വി വിൽ ഗെറ്റ് ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ഓഫ് ദ റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈക്വിലിബ്രിയം കണ്ടീഷൻസ്, ഇപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. എ പ്ലസ് ബി ബി ഗിവിംഗ് എം എം പ്ലസ് എൻ എൻ. അപ്പോൾ അതിൽ ഫ്രീ എനർജി ഓഫ് ദ റിയാക്റ്റന്റും അതിന്റെ മോൾ അല്ലെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻ എഴുതുക. ഡെൽറ്റ ജി ഫോർ ദ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് ആണ്. സോ അവിടെ ജിക്ക് പകരം നമ്മൾ എഴുതിയ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ മ്യൂ എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. കെമിക്കൽ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് പാർഷ്യൽ പ്രഷറുമായിട്ടുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത്. സോ അത് റീപ്ലേസ് ചെയ്ത് എഴുതുക. സോ അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഡെൽറ്റ ജി എന്ന് പറയുന്നത്, അതായത് പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇക്വേറ്റ് 0 ചെയ്യുക. എന്നിട്ട് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിനെ നമ്മൾ മ്യൂവിന് പകരം റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് കോമൺ ടേംസിനെ ഇക്വേഷൻസിനെ എല്ലാം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ഒരുമിച്ച് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് എം കൊണ്ട് ത്രൂ ഔട്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, എൻ അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുക, എ അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബി അതിൻ്റെതായിട്ടുള്ളത്. എന്നിട്ട് സ്റ്റാൻഡേർഡ് ടേംസിനെ എല്ലാം ഒരുമിച്ചാക്കുക, ആർ ടി എൽ എൻ വരുന്ന ടേംസിനെ എല്ലാം ഒരുമിച്ചാക്കുക. സോ അങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും ആർ ടി എൽ എൻ പി എം റേസ് ടു എം ഇൻറ്റു പി എൻ റേസ് ടു എൻ ഡിവൈഡ് ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ എഴുതിയതെല്ലാം ഒരുമിച്ചാക്കുമ്പോഴത്തേക്ക് എം മ്യൂ സ്റ്റാൻഡേർഡ് എം പ്ലസ് എൻ മ്യൂ സ്റ്റാൻഡേർഡ് എൻ മൈനസ് എ മ്യൂ സ്റ്റാൻഡേർഡ് എ മൈനസ് ബി മ്യൂ സ്റ്റാൻഡേർഡ് ബി നമുക്ക് കിട്ടും. ഈ മ്യൂ സ്റ്റാൻഡേർഡ് എം പ്ലസ് മ്യൂ സ്റ്റാൻഡേർഡ് എൻ എന്ന് പറയുന്നത് ജി സ്റ്റാൻഡേർഡ് ഓഫ് പ്രോഡക്റ്റ് ആണ്. ഫ്രീ എനർജി സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള പ്രോഡക്റ്റിന്റെ ഫ്രീ എനർജിയാണ്. മ്യൂ എ മൈനസ് മ്യൂ ബി എന്ന് പറയുന്നത് ഫ്രീ എനർജി സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള റിയാക്റ്റന്റിന്റെ ഫ്രീ എനർജിയാണ്. സോ
the whole system this is equal to product minus reactant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ free energy change of the reaction ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് ദ റിയാക്ഷൻ. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് RT ln Pm raised to m into Pn raised to n divided by Pa raised to a into Pb raised to b. That is equal to minus delta G standard of a reaction എന്നാണ് നമുക്ക് കിട്ടിയത്. So ഈ ലോഗ് ടേംസിനെല്ലാം റീപ്ലേസ് ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, ലോഗരിതം മാറ്റുന്നത്. സോ ln Pm raised to m into Pn raised to n divided by Pa raised to a into Pb raised to b equal to minus delta G standard of reaction divided by RT എന്ന് നമുക്ക് കിട്ടാം. സോ ലോഗരിതം മാറ്റിക്കഴിഞ്ഞാൽ Pm raised to m into Pn raised to n divided by Pa raised to a into Pb raised to b is equal to e raised to minus delta G standard by RT. ലോഗരിതം മാറ്റം നമുക്കറിയാം, എക്സ്പോണൻഷ്യൽ ടേം ഇപ്പർ സൈഡിൽ വരും. സോ Pm raised to n into Pn raised to n divided by Pa raised to Pb into Pb raised to b is equal to e raised to minus delta G standard by RT. where delta G standard എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ, ഗ്യാസ് കോൺസ്റ്റന്റ് R ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, Rനെ ഡിപ്പെൻഡ് ചെയ്യും. ഹെൻസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ, നമുക്ക് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ജി എന്ന് പറയുന്ന R ടെമ്പറേച്ചർ, ഒരു സിസ്റ്റം നമ്മൾ പർട്ടിക്കുലർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ദ ഹോൾ ക്യാൻ ബി ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് Pm raised to m into Pn raised to n divided by Pa raised to a into Pb raised to b is equal to a constant. That is equal to Kp. This is law of chemical equilibrium. But this is law of chemical equilibrium ആണ്, thermodynamic derivation of law of chemical equilibrium ആണ് ഇപ്പോൾ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കുക, നോട്ടിൽ കംപ്ലീറ്റ് ഡിറൈവ് ചെയ്ത് തന്നെ പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്യുക, എഴുതി പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നിങ്ങളുടെ സെക്കൻഡ് തേർഡ് സം കെമിസ്ട്രി എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സ് ആണ് കൂടുതലുള്ളത്. സോ എല്ലാം എഴുതി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് ലോ ഓഫ് കെമിക്കൽ എക്വിലിബ്രിയം സാധാരണ രീതിയിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് അക്കോർഡിംഗ് തെർമോഡൈനാമിക് ഡെറിവേഷനുമാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണെന്ന് എഴുതി. ഫോർവേഡ് റിയാക്ഷൻ ബൈ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഒരു റേഷ്യോ ആണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തെർമോഡൈനാമിക് കണ്ടീഷനിൽ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത്. തെർമോഡൈനാമിക് കണ്ടീഷനിൽ ഫസ്റ്റ് നമ്മളൊരു റിവേഴ്സിബിൾ ഇക്വേഷൻ എഴുതുക, ഫ്രീ എനർജി കെമിക്കൽ പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ എഴുതുക, റിയാക്റ്റന്റിന്റെയും പ്രോഡക്റ്റിന്റെയും സെപ്പറേറ്റ് എഴുതുക. ഹോൾ റിയാക്ഷൻ എന്ന് പറയുന്ന ഫ്രീ എനർജി ചേഞ്ച് ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ആൻഡ് ദ റിയാക്റ്റന്റ് ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുക, ഫ്രീ എനർജി ചേഞ്ച് ഇക്വേറ്റ് 0 ചെയ്യുക. ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയ ഇക്വേഷനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ദെൻ വി ആർ റീപ്ലേസിംഗ് ദ മ്യൂ ബൈ കെമിക്കൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ. കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ
in the previous chapters പഠിക്കും. That is, it gives a relationship between the chemical potential and the partial pressure. നമ്മളിപ്പോൾ എടുക്കുന്ന reactant system എന്ന് പറയുന്നത് പ്രഷർ ഗ്യാസ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് പ്രഷർ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ അതിൽ ഓരോ ടേംസിനെയും കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഓരോ ടേംസിനെയും നമ്മൾ റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സിംപ്ലിഫൈഡ് വേർഷനിലോട്ട് കൊണ്ടുവരിക. അതായത് സെയിം ആയിട്ട് വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ചാക്കുക. അതായത് RT ടേംസിനെല്ലാം ഒരുമിച്ചാക്കുക, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വരുന്ന ടേംസിനെല്ലാം ഒരുമിച്ചാക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ വി ഗെറ്റ്, അതായത് ഡെൽറ്റ ജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ഡെൽറ്റ ജി ഓഫ് റിയാക്ടന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ജി ഓഫ് റിയാക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പോണൻഷ്യൽ ടേം, അതായത് ലോഗറിതമിക് ടേം എല്ലാം മാറ്റി എഴുതുമ്പോഴത്തേക്ക് വി വിൽ എക്സ്പോണൻഷ്യൽ ടേം ആയിട്ട് നമുക്ക് ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ബൈ RT നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് വി ക്യാൻ ടേക്ക് ദ ഹോൾ ടേം ആസ് എ കോൺസ്റ്റന്റ്. സോ ദാറ്റ് ഈസ് Kp. അപ്പോൾ ഇത് നമ്മൾ റിയാക്ടന്റ് എന്ന് പറയുന്നത് ഗ്യാസ് കണ്ടീഷനിലാവുമ്പോഴാണ് ഈ Kp എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ രണ്ട് ടേംസ് നമുക്ക് എടുക്കാനുണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് കൂടെ. അതായത് കോൺസെൻട്രേഷൻ ഇപ്പോൾ ലിക്വിഡ് കണ്ടീഷനിലാവാം നമ്മൾ റിയാക്ടൻസ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ടേമിൽ എഴുതാം. അതുപോലെ മോൾ ഫ്രാക്ഷൻ രീതിയിലും വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.